ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് എങ്ങാണ്ട് സഞ്ചരിക്കുന്ന ഒരു ദീർഘദൂര KSRTC ബസ്സിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയുടെ വാർത്ത വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു യുവതി ഈ പറക്കും നൽകുക എന്ന് പറയുന്ന സിനിമ KSRTCയിൽ പ്ലേ ചെയ്തതിൻ്റെ പേരിൽ വേണ്ടുന്ന ബഹളമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ ബസ്സിൽ. ആ സിനിമ വെക്കാൻ പറ്റില്ല എന്നും അത് കാണാൻ ഇവിടുത്തെ സ്ത്രീ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ബഹളമാണ്. അവർ ആ സ്ത്രീകളുടെ എല്ലാം ബസ്സിലുള്ള സ്ത്രീകളുടെ എല്ലാം ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷമാണ് ഈ കാര്യം പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തോ ആവട്ടെ, ഞാൻ അതിലേക്കല്ല വന്നത്. ഞാൻ ജസ്റ്റ് ഒരു സൈക്കോളജി പറയാം, പ്രത്യേകിച്ച് മലയാളികളുടെ സൈക്കോളജി. മലയാളികളുടെ അല്ല, പൊതുവേ മനുഷ്യൻ്റെ സൈക്കോളജി അങ്ങനെയാണ്. അതായത് ഒരുപാട് നമ്മൾ ഓവറായിട്ട് കൂട്ടം ചേർന്ന ഒരാളെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടാവും. അയാൾ അങ്ങനെ ആക്രമിക്കപ്പെടേണ്ടതല്ല എന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് ആളുകളിൽ വരും. അത് നിങ്ങൾ പല കേസുകളിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൂട്ടം ചേർന്ന് ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടൊരു താല്പര്യം ഉണ്ടാവും. രണ്ട് ചേരി ഉണ്ടാവുമായിരിക്കും, പക്ഷേ പെട്ടെന്ന് ഒരു ജനങ്ങളുടെ ഒരു കൺസോളിഡേഷൻ സംഭവിക്കുന്നത് ഈ ആക്രമിക്കപ്പെടുന്ന വ്യക്തിയുടെ കൂടെ ആയിരിക്കും. ഈ കാര്യത്തിൽ ദിലീപ് ആക്രമിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറും. കാരണം ഈ പറക്കും തളിക എന്ന് പറയുന്ന സിനിമ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയാണ്. അത്യാവശ്യം ഇന്ന് ചിരിക്കാൻ എലമെൻ്റ് ഉണ്ടോ എന്നുള്ള അറിയില്ല, പക്ഷേ അന്നത്തെ സമയത്ത് നമ്മൾ തലതല്ലി ചിരിച്ചിട്ടുള്ളൊരു സിനിമയാണ് ഈ പറക്കും തളിക. അപ്പോൾ ആ ഒരു സിനിമ അതിൽ വെച്ചതിൻ്റെ പേരിൽ ആ സിനിമ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ആർട്ടിൻ്റെ ഫോമാണ് സിനിമ എന്ന് പറയുന്നത്. അതിനെതിരെ ഇവരുടെ ഈ ഒരു പറയുന്ന സമരമാർഗങ്ങളൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് അത്ര ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കറിയാം കോടതിക്ക് നിലവിൽ ഒരു അക്കിറ്റൽ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റാരോപിതനല്ല, അല്ലെങ്കിൽ ഇപ്പോൾ അയാൾ പുറത്താണ് നിൽക്കുന്നത്, അയാൾ ആ കേസിൽ നിന്ന് വിടുതൽ കിട്ടിയ അന്തിമ വിധി എന്ന് വരുന്നത് വരെ എന്നൊക്കെ നമുക്ക് പറയാം. സുപ്രീം കോടതിയാണല്ലോ അന്തിമ വിധി എന്ന് പറയുന്നത്. ശരിക്ക് ഇന്നത്തെ അന്തിമ വിധി എന്ന് പറയുന്നത് ഈ പറയുന്ന സെഷൻസ് കോർട്ടിൻ്റെ വിധിയാണ്. ആ വിധി പ്രകാരം നിലവിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള വാശികൾ എന്നറിയില്ല. വെറുതെ ആളുകൾക്കിടയിൽ ഒരു വെറുപ്പുണ്ടാവും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകൾ കാരണം ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട പെൺകുട്ടി അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ നിൽക്കാനുള്ള മറ്റുള്ളവരുടെ ആഗ്രഹം പോലും ഇല്ലാതാവും എന്നുള്ളതാണ്. അത്രയ്ക്ക് അഹങ്കാരം പാടില്ല എന്നുള്ള തരത്തിലൊക്കെ തോന്നും. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ബിഗ് ബോസ് വിജയികളെ കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആർക്കാണോ ഒരു ആക്രമണം കൂടുതൽ കിട്ടുന്നത് അയാളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തോന്നുക. അതിപ്പോൾ ഒരു രജിത് കുമാറിൻ്റെ കേസ്, അവിടെ ഹൗസിലുള്ളവർ കൂട്ടം ചേർന്ന് ആക്രമിച്ചത് രജിത് കുമാറിനെ ആയിരുന്നു. അപ്പോൾ പൊതുജനം അയാളുടെ കൂടെ നിന്നു. മീൻസ് പൊതുജനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മെജോറിറ്റി ഓഫ് ആളുകൾ എന്നുള്ളതല്ല, പെട്ടെന്ന് ഇതിലൊക്കെ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ തന്നെയും സംസാരിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾ എന്നുള്ള, അല്ലാതെ അവനവൻ്റെ പണി നോക്കി നടക്കുന്ന ഒരു സൈഡിൽ കൂടെ നടക്കുന്ന ആളുകളെക്കുറിച്ചല്ല പറയുന്നത്. ഇത്തരം വിഷയങ്ങളിൽ റിയാക്ട് ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിലായാലും മെയിൻ സ്ട്രീം മീഡിയയിലായാലും റിയാക്ട് ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അനീഷ്, ഇപ്പോൾ അവസാന സീസണിൽ അനീഷിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അനീഷിനെ ആയിരുന്നു കൂട്ടം ചേർന്ന് ഫസ്റ്റ് ആക്രമിച്ചിരുന്നത്. അതുകൊണ്ട് അനീഷിൻ്റെ കൂടെ നിന്നു. അനീഷ് വലിയൊരു പ്ലെയർ അല്ലാഞ്ഞിട്ടും അനീഷ് അവസാനം ഫൈനലിസ്റ്റായിട്ട് എത്തി, അല്ലെങ്കിൽ റണ്ണറപ്പായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. അനുമോളുടെ കാര്യം എടുത്ത് നോക്കുക, അവസാന ആഴ്ചയിലെ കൂട്ടം ചേർന്നുള്ള ആക്രമണത്തിൻ്റെ പുറത്ത് അത്രയും എന്താ പറയുക ഏകപക്ഷീയമായിട്ടുള്ളൊരു വിജയം അനുമോൾ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവുന്നതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ബിഗ് ബോസ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആവും. അതങ്ങനെയാണ് സൈക്കോളജി എന്ന് തോന്നുന്നു. അപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. ഇപ്പോൾ 18-ാം തീയതി ഒരു സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അതിനെയൊക്കെ ബോയ്ക്കോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം നടത്തിയിട്ടുണ്ടെങ്കിൽ വെറുതെയാണ്. ജനങ്ങൾ ഇരിക്കാൻ തീരുമാനിച്ചോ, അല്ലെങ്കിൽ OTTയിലും ടെലിഗ്രാമിലും പടം കാണാൻ തീരുമാനിച്ചോ വെറുതെ തിയേറ്ററിൽ പോയി സിനിമ കാണുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ എത്രമാത്രം ആക്രമിക്കുന്നോ അതിനനുസരിച്ച്, അതായത് ഇവിടെ ഒരു കൺസോളിഡേഷൻ നടക്കുമ്പോൾ അപ്പുറത്തും ഒരു കൺസോളിഡേഷൻ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ആക്രമിക്കപ്പെടുന്നവൻ്റെ കൂടെ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ KSRTC ബസ്സിലൊക്കെ ചെയ്തിട്ടുള്ളത് ശുദ്ധ അസംബന്ധമാണ്. അവർക്ക് ശബ്ദം വേണ്ട. ആ സിനിമ എന്തെങ്കിലും എല്ലാവരും ഒരേ മൂഡിലല്ല ഒരു ബസ്സിൽ പോകുന്നത്. സോ അവർക്ക് അത്തരത്തിലൊരു ശബ്ദം കേൾക്കാൻ താല്പര്യമില്ല, ഉറങ്ങണം, സമാധാനം വേണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ അവരുടെ വാദമെങ്കിലും രസമാണ്. അല്ലാതെ ദിലീപിൻ്റെ മുഖം കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് സിനിമ ഓഫ് ചെയ്യിപ്പിക്കുന്ന അതൊന്നും ഒരു നല്ല പ്രതിഷേധ രീതിയാണെന്ന് തോന്നുന്നില്ല. അത് വെറുതെ ആളുകൾ എന്താ പറയുക, ഞാൻ അവരെ അധിക്ഷേപിക്കുകയല്ല, പക്ഷേ അവർ ഈ പറയുന്ന നേരത്തെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുബോധമുണ്ടല്ലോ, ദിലീപ് കുറ്റക്കാരൻ ആണ് എന്ന് പറയുന്നൊരു പൊതുബോധം. ആ പൊതുബോധത്തിൽ നിൽക്കുന്ന കുറേ പൊതുവായിട്ടുള്ള ആളുകൾ കുറേ തിരിയും.
ഇതെന്താണ് ഇത്ര കണ്ട് ആക്രമിക്കാൻ മാത്രം എന്താണ്, അയാൾ 8 വർഷം അയാൾ അനുഭവിച്ചു, പിന്നെ ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കി, എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള തോന്നൽ ഏതെങ്കിലും ഒരു സാമാന്യ ജനത്തിന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പ്രതിഷേധത്തിനും അതിൻ്റേതായ രീതികളുണ്ട്. ഓവർ ഷോ ഇറക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കിട്ടുന്ന പിന്തുണ ഇല്ലാതാവും. ഇതിലിപ്പോൾ എന്താ പറയുക, ഈ ഷോ ഇറക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയമല്ല. ഈ വെർബൽ റേപ്പിന് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വീണ്ടും അവഹേളിക്കപ്പെടുന്നതൊക്കെ തന്നെയും ഈ അതിജീവിത എന്ന് പറയുന്ന ആ സഫർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അവരെ അത് വീണ്ടും ഇതിനൊക്കെ തന്നെയും കീറി മുറിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന തരത്തിലാണ് ഇവരെ സഹായിക്കാനെന്ന വ്യാജേന നിൽക്കുന്നവർ ചെയ്യുന്നത്. അതിനിപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗ്യലക്ഷ്മി ആണെങ്കിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന KSRTC ബസ്സിലിരുന്ന് ഷോ കാണിക്കുന്നവരും ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വിധത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓവറായാൽ അമൃതും വിഷം എന്നാണല്ലോ, അത്രയേ ഉള്ളൂ.